എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ ബ്രെയിനിന് കുറേ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം വരും. അത് ഒരുപാട് സ്ട്രെസ് കൊണ്ടാവാം, ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു മനുഷ്യന് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിരിക്കാം ആഗ്രഹിക്കുന്നത്. അപ്പം അവർ നമ്മളോട് പറയും, ഒന്ന് മാറി നിൽക്കാവോ എന്ന് പറയും. പക്ഷെ നമ്മൾ അവരുടെ സ്റ്റേജ് മനസ്സിലാക്കണം, അവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. അല്ലാതെ അവർ നമ്മളോട് എന്താ പറയുക, എന്തോ ദേഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നരുത്. ഇങ്ങനെ പല സ്റ്റേജിലൂടെ പോകുന്ന ആൾക്കാർക്കും പല ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും നഷ്ടപ്പെടുന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ അവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എപ്പോഴും ഒരു മനുഷ്യൻ ഒരേ മൂഡിൽ തന്നെ ആയിരിക്കത്തില്ല. ഹാപ്പിയും സാഡും ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ഈ എന്താ പറയുക, ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്കാണെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ആൾക്കാരോട് പറയുന്നത്, നിങ്ങളൊന്ന് മാറി നിൽക്കൂ, എനിക്ക് കുറച്ച് സമാധാനം തരുമോ എന്ന്. പക്ഷെ നമ്മളത് നെഗറ്റീവായിട്ട് എടുക്കുന്നോ പോസിറ്റീവായിട്ട് എടുക്കുന്നോ എന്ന രീതിക്കിരിക്കും ഓരോ കാര്യങ്ങളും. നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് ദേഷ്യത്തിന് പറഞ്ഞെന്ന് വരും. പക്ഷെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ നമുക്കും ഇങ്ങനെ സ്ട്രെസ്സും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളും പറയത്തില്ല ആൾക്കാരോട്, എനിക്കൊന്ന് കുറച്ച് സമാധാനം തരുമോ എന്ന് നമ്മൾ പറയാറില്ലേ? അത് അവരുടെ മനസ്സിൽ ദേഷ്യമുള്ളത് കൊണ്ടല്ല, അത് അവരുടെ ഒരു സിറ്റുവേഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പലരും മനസ്സിലാക്കാതെ പോകുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഫ്രണ്ട്ഷിപ്പിനകത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്നും മനസ്സിലാവും. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.